Hi friends, welcome back to my channel. അപ്പോൾ ഇഫ്താറിന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിനി പിസ്സ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഓവണൊന്നും ഇല്ലാതെ പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ പിസ്സ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അതിൻ്റെ ഡോ ആണ്. ഡോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഈസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റോളം ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടുള്ള പാലും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ള പാൽ വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊരു ഡോ രൂപത്തിലാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പാല് ചൂട് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് കൈ വെച്ചിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുണ്ടാവണം, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ബാക്കിയുള്ള പാല് വെച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ഡോ രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ കുഴച്ചിട്ട് ഞാനിവിടെ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂറാണ് ഇതിനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻ റാപ്പ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുഴച്ചിട്ട് നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വലിയ പിസ്സയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ പിസ്സ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ആദ്യം ഒന്ന് നമ്മൾ കുറച്ച് ഫ്ലോർ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിൽ കയ്യിൽ ഒട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് പരത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്ലോറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് കുഴച്ചതിൻ്റെ ശേഷം ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കണേ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ പിസ്സൻ്റെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൈസ് വലുതാക്കി കൊടുക്കാം. എന്നിട്ട് കൈനകത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇതിനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡ് ഭാഗം ഒന്ന് പൊങ്ങി നിൽക്കണം, ഉൾവശം ഒന്ന് താന്നിട്ടും വേണം കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളിൽ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. എല്ലാ ഭാഗവും പൊങ്ങി വരാൻ പാടില്ല, സൈഡ് മാത്രം പൊങ്ങി വരാൻ പാടുള്ളൂ. ഉള്ളിലാണ് നമ്മൾ ഇതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ടും ചെയ്യാം, പക്ഷേ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് പിസ്സ സോസ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിസ്സ സോസ് നമുക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതുപോലെ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്, അതുപോലെ ഒണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ റെഡ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം തന്നെ പല കളേഴ്സ് ചേർക്കാം. പിന്നെ നമുക്കിത് സാധാരണ പിസ്സ പോലെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ചെറിയ സൈസാണല്ലോ. അപ്പോൾ ആ ഒരു ഉള്ളിൽ നമ്മൾ താഴ്ന്നു ചെയ്തിട്ടില്ല, ആ ഒരു ഭാഗത്ത് മാത്രമേ അത് വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടി വേണം. അപ്പോൾ ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ആദ്യം ചിക്കനെ ചെറിയ പീസാക്കണം കേട്ടോ, എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. ഇത് ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ട് വീഴും കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് മൊസറല്ല ചീസ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ള ഒറിഗാനും അതുപോലെ തന്നെ ഒലീവ്സൊക്കെ ലാസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് മൊസറല്ല ചീസ് കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ചീസ് കൂടി ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. ഓയിലൊന്നും ഗ്രീസ് ചെയ്യാൻ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് കൊടുക്കണം. അടച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചീസൊന്നും അങ്ങനെ പെട്ടെന്ന് മെൽട്ടായി കിട്ടില്ല. അതുപോലെ ഒന്ന് കുക്കായി വരും വേണ്ടേ. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക. അതിന് പാകത്തിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. താഴ്ന്ന് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ താഴ്ന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് കുറച്ച് ഒലീവ്സും അതുപോലെ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട്. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. ഒലീവ്സ് ബ്ലാക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ആണ് ഇതിന് കുറച്ചുകൂടി ഭംഗി തോന്നുക. ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2-3 പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിനി പാൻ പിസ്സയാണിത്. അപ്പോൾ ചെറിയ സൈസിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ സൈസ് ആക്കാം. പക്ഷേ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ പിസ്സ ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് പിസ്സ കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെല്ലാ ഐറ്റംസുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഓരോന്നിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യണം കേട്ടോ. എന്നാലേ ആ ചീസെല്ലാം വലിഞ്ഞ് വരുള്ളൂ. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീസ് ഹാർഡായി പോവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിനി പാൻ പിസ്സ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇഫ്താറിന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്